ഇന്നലെ നമ്മുടെ മുൻപിലേക്ക് എത്തിയ ഏറ്റവും ആശങ്ക നിറഞ്ഞ വാർത്തകളിൽ ഒന്നായിരുന്നു കൊച്ചി തീരത്തിന് സമീപത്ത് കപ്പൽ മറിഞ്ഞ വാർത്ത. തീരത്തിന് സമീപം എന്ന് പറയുമ്പോൾ 70 കിലോമീറ്റർ ദൂരെയാണ് കൊച്ചിയിൽ നിന്ന്. പക്ഷേ എങ്കിൽ പോലും അറബിക്കടലിൽ നമ്മുടെ തീരത്തോട് ചേർന്നാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് കൊച്ചി തീരത്തിന് സമീപം എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ കപ്പൽ ചെരിഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറേ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിട്ടുണ്ട്. അത് അപകടകരമായ സൾഫർ അടങ്ങിയ ചില കണ്ടെയ്നറുകളാണ്. അതിൽ ഈ മറൈൻ ഓയിലാണ് ഉള്ളത്. അത് അപകടകരമായ വസ്തുവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആശങ്ക നമ്മുടെ മുൻപിലുണ്ട്. കേരള തീരത്ത് പ്രത്യേകിച്ചും ഈ കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ, ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരം ഒക്കെ മേഖലകളിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കടൽ തീരത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളോടാണ് അത്തരത്തിൽ എന്തെങ്കിലും കണ്ടെയ്നറുകൾ കടലോരത്ത് അടിഞ്ഞാൽ അതിൽ തൊടാനോ ഒന്നും ശ്രമിക്കരുത്. അതിൽ തൊട്ടു നോക്കാൻ ശ്രമിക്കരുത്. ഉടൻ തന്നെ 112 എന്ന നമ്പറിൽ അറിയിക്കുക. അത് വളരെ അപകടം പിടിച്ച ഒരു സാധനമാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾ, കടൽ തീരത്ത് താമസിക്കുന്ന നമ്മുടെ ആളുകൾ, ഇവരുടെയൊക്കെ ശ്രദ്ധയിലേക്കാണ് അത്തരത്തിൽ കണ്ടെയ്നറുകൾ കടൽ തീരത്ത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ 112 എന്ന നമ്പറിൽ അറിയിക്കുക. അതിൽ തൊടാൻ ശ്രമിക്കരുത്. അത് അപകടം നിറഞ്ഞതാണ്. ഷാജഹാൻ ഉണ്ട് ഇതിൻ്റെ വിവരങ്ങൾ നൽകാനായി. ഒപ്പം തന്നെ അമലും കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം അമലിലേക്ക്. അമൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരെ മുഴുവൻ രക്ഷപ്പെടുത്തി എന്നതാണ്. 25ഓളം പേരുണ്ടായിരുന്നു. അവരെ എല്ലാവരും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ക്യാപ്റ്റനും 3 പേരും ഇപ്പോഴും ഈ കപ്പലിൽ തുടരുന്നുണ്ട്, അത് നിയന്ത്രിക്കാനും മറ്റുമായിട്ട്. പക്ഷേ അവർക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. അവരുടെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നമ്മുടെ സേനാ വിഭാഗങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ കടലിൽ വീണുപോയ കണ്ടെയ്നറുകൾ, അതാണ് മറ്റൊരു ആശങ്ക ഇപ്പോഴുള്ളത്. മനു, MSC സീരീസിലെ ഏറ്റവും വലിയ കപ്പലാണ് MSC എൽസ 3 എന്നുള്ളത്. ഏകദേശം 184 മീറ്റർ നീളം വരും എന്നാണ് അറിയുന്നത്. ഈ കപ്പലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തുടർന്നുണ്ടായിരുന്ന രക്ഷാപ്രവർത്തനം, ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായാണ് മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി സാധിച്ചത്. 24 പേരായിരുന്നു ഈ കപ്പലിനകത്തുണ്ടായിരുന്നത്. അതിൽ 21 പേരെയും മറ്റ് കപ്പലുകളിലേക്ക്, അതായത് കോസ്റ്റ് ഗാർഡിന്റെയും ഒപ്പം തന്നെ നേവിയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ കപ്പലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കി വരുന്ന 3 പേർ, ഈ 3 പേരാണ് നിലവിൽ ഇപ്പോഴും ആ ഒരു അപകടം നടന്ന കപ്പലിൽ തുടർന്നുകൊണ്ട് നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ കപ്പലിൻ്റെ ക്യാപ്റ്റനുണ്ട്, ഒപ്പം തന്നെ 2 എഞ്ചിനീയർമാരുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് നിലവിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇനിയും ഈ കപ്പൽ ഒരു പക്ഷേ ചരിഞ്ഞേക്കാം എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നിരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം കോസ്റ്റ് ഗാർഡിൻ്റെയും ഒപ്പം തന്നെ ഇന്ത്യൻ നേവിയുടെയും കപ്പലുകളും സമീപത്തായി കേന്ദ്രീകരിച്ച് നിരീക്ഷണങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിൽ ഏറ്റവും ആശങ്കപ്പെടുവാണ്ടായിരുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനു സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് ഈ കപ്പലിലെ കണ്ടെയ്നറുകൾ അത് കടലിലേക്ക് പതിച്ചിട്ടുണ്ടായിരുന്നു. 8ഓളം കണ്ടെയ്നറുകളാണ് ഇത്തരത്തിൽ ഈ കടലിൽ പതിച്ചത്. ഏകദേശം 400-ന് മുകളിൽ കണ്ടെയ്നറുകൾ ഈ കപ്പലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 8ഓളം കണ്ടെയ്നറുകൾ ഈ കടലിൽ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇനിയും ഈ കപ്പൽ ചെരിയുകയാണെങ്കിൽ, നിലവിൽ ഇപ്പോൾ 28 ഡിഗ്രി വരെ ഈ കപ്പൽ ചെരിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഇനിയും ചെരിയുകയാണെങ്കിൽ കൂടുതൽ കണ്ടെയ്നറുകൾ അടക്കം ഈ കപ്പൽ കടലിലേക്ക് വീഴുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ കപ്പൽ കമ്പനിയുമായി ഇത്തരത്തിൽ കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ നേവിയും ചർച്ചകൾ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വെസലുകൾ ഈ അപകടം നടന്ന ഭാഗത്തേക്ക് ഇതിൻ്റെ ഈ കമ്പനിയുടെ നേതൃത്വത്തിൽ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഈ കണ്ടെയ്നറുകൾ അവരുടെ നിന്നും മാറ്റുവാനുള്ള നീക്കത്തിലേക്കാണ് നിലവിൽ കടക്കുന്നത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ കടലിൽ പതിച്ചിട്ടുള്ള ഈ കണ്ടെയ്നറുകൾ അത് ഈ തീരപ്രദേശങ്ങളിലേക്ക് എത്തുവാനുള്ള സാധ്യത, അത് വലിയൊരു അപകടം കൂടി ഉണ്ടാക്കും എന്ന ഒരു നിരീക്ഷണം കൂടിയുണ്ട്. പ്രത്യേകിച്ച് 3 ജില്ലകളുടെ തീരപ്രദേശങ്ങളിലേക്ക് എത്തുവാനാണ് സാധ്യത കൂടുതൽ എന്നാണ് നിലവിലുള്ള നിഗമനം. അതായത് എറണാകുളം, ഒപ്പം ആലപ്പുഴ, തൃശൂർ എന്നീ ജില്ലകളുടെ തീരപ്രദേശങ്ങളിലേക്ക് എത്തുവാനാണ് സാധ്യത. എങ്കിൽ പോലും കേരളത്തിൽ ഇപ്പോൾ അതിൽ പുതിയൊരു മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് അമൽ. അത് തിരുവനന്തപുരത്ത് നിന്ന് നിർബന്ധം നൽകും. അതിനു മുൻപ് ഞാൻ അമലിന്റെ ശ്രദ്ധയിലേക്ക് കൂടി ഒന്ന് പെടുത്താം. ഇപ്പോൾ പുതിയൊരു മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം തീരങ്ങളിൽ ഈ കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. മണിക്കൂറിൽ 1 കിലോമീറ്റർ വേഗതയിലാണ് ഈ കണ്ടെയ്നറുകൾ ഒഴുകി നീങ്ങുന്നത് എന്നൊരു വിലയിരുത്തലിലാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന മുന്നറിയിപ്പ്. അതാണ് പുതിയ വാർത്ത അതുമായി ബന്ധപ്പെട്ടുള്ളത്.
മനു, തീർച്ചയായും ഈ രണ്ട് ജില്ലകളും ആദ്യഘട്ടം മുതൽ തന്നെ ഇത്ര അപകടമുണ്ടായ സാഹചര്യത്തിൽ ഈ നിരീക്ഷണങ്ങൾ നടത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് ജില്ലകളിലെ തീരപ്രദേശങ്ങളിലേക്കും ഈ കണ്ടെയ്നറുകൾ എത്തുവാൻ വലിയ സാധ്യതയുണ്ട് എന്നായിരുന്നു കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ ഇന്ത്യൻ നേവിയും ആദ്യഘട്ടം മുതൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായും സൂചിപ്പിച്ചത് ഈ കണ്ടെയ്നറുകൾ ഇത്തരത്തിൽ ഈ തീരപ്രദേശങ്ങളിൽ വന്ന് അടിയുകയാണെങ്കിൽ അതിൻ്റെ സമീപത്തേക്ക് പോകുവാനോ അവ സ്പർശിച്ചു നോക്കുവാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ്. അതിനകത്തുള്ള ആ ഒരു വസ്തുക്കൾ എത്രമാത്രം ഹാംഫുൾ ആണ് എന്നത് വ്യക്തമല്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പരിചിതമല്ലാത്ത സാധനങ്ങൾ ഈ ഒരു തീരപ്രദേശങ്ങൾ വന്ന് അടിയുകയാണെങ്കിൽ ഉടൻ തന്നെ പോലീസിലോ അല്ലെങ്കിൽ 112 എന്ന നമ്പറിലേക്കോ വിളിച്ചറിയിക്കണം എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്.